ചെഫ് ഇവനാണ്, ക്ലീനർ ഇവനാണ്, ഞാൻ വീഡിയോഗ്രാഫർ. നീ ഷെഫാ പഠിച്ചത്? ഏത് പഠിച്ചത്? ഇംഗ്ലീഷ് ഷെഫ്. ജയിച്ചോ? നീ എന്താ പഠിച്ചത്? ചാറില്ല. കത്തിപ്പോയത് തറ വീഴാതെ കൊണ്ട് ഇപ്പം ഞാൻ ചറക്കി തറ വീഴുന്ന കഴിഞ്ഞാൽ മരം നിന്ന് മേയും. ഹലോ ഗായ്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കയ്യിലിരിക്കുന്ന സാധനങ്ങളിൽ നമ്മൾ ഇന്ന് ചിക്കൻ ഗ്രില്ല് ചെയ്യാന്ന് വെച്ച് നല്ലപോലെ തുരുമ്പിടിച്ചിരിക്കുന്ന സാധനമാണ്. ഇതിന് കഴുകി സെറ്റാക്കി എടുക്കണം. അങ്ങനെ നമ്മൾ പയ്യന്മാരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ചിക്കൻ വാങ്ങാൻ പോയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ്. ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നതോടെ കുറേ കിടിലൻ വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഫുള്ള് വാച്ച് ചെയ്യാൻ നോക്കുക. ഗ്രില്ല് ചെയ്യാൻ പോവാം. പൈസ നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യണ സാധനം തുരുമ്പൊക്കെ പിടിച്ചിരിപ്പുണ്ട്, അതൊന്ന് സെറ്റാക്കാറുണ്ട്. നമ്മുടെ ഡ്യൂക്ക് ഇതായിരിപ്പുണ്ട്, ഇൻ്റർസെപ്റ്റർ കാർ ഷെഡ് ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും അവന്മാർ ഉടനെ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് വരും. അതിന് മുമ്പ് നമുക്ക് ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. ഗ്രില്ലല്ലോ, അതിൻ്റെ പേരെന്താ, കനൽ സെറ്റ് ചെയ്യാറുണ്ട്. കനൽ സെറ്റ് ചെയ്യണം. പിന്നെ അത് തെങ്ങിക്കറി കരിക്ക് കിടക്കണം. കുറേ പരിപാടിയുണ്ട്. അപ്പോൾ ഇത്ര സമയം എടുക്കുമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും ഇതൊന്ന് കഴുകി സെറ്റാക്കിയിട്ട് വരാം. പൈസ അപ്പോൾ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് എത്തിയിട്ടുണ്ട്. ആ ചിക്കൻ കഴുകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ പുറത്തിരുന്നാണ് കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. നമ്മൾ ആശൻ ഒരാളോടെ കനലൊക്കെ സെറ്റ് ചെയ്യാൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിന് ചിക്കൻ കഴുകണം. എല്ലാവരും ഞാൻ ഒരു ജോലിയും ചെയ്യില്ല, എല്ലാ ആശയം ഏറ്റെടുത്തോളാം പറഞ്ഞത്. അപ്പോൾ എന്തായാലും ചിക്കനൊക്കെ കഴുകി സെറ്റാക്കട്ടെ. അതായിട്ടും പറഞ്ഞിട്ടുണ്ട്, ഒരു ജോലിയും ചെയ്യണില്ലെന്ന് ഉദ്ദേശിച്ചിട്ടാണ് നിൽക്കുന്നതെന്നാണ്. ഞാൻ ഇന്ന് തെങ്ങി കയറാൻ കരിക്കട്ടെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ വൃത്തിയായിട്ട് വീട്ടിൽ ജോലി ചെയ്യും. ഇതിൻ്റെ കഴുകി സെറ്റാക്കണം. എന്തായാലും പെട്ടെന്ന് തരാം. പക്ഷെ എന്തായി ഇന്ന് വേണം എല്ലാം ക്ലിയർ ആയിട്ട് ചെയ്യണം. ഓക്കെ, ഇത്രയും വൃത്തിയോടുകൂടി ചെയ്യുന്നത് നമ്മുടെ ആശന്താണ്, വേറെ ആരുമല്ല. നമ്മുടെ സ്വന്തം ബാലഭാസ്കർ നഗറിലുള്ള നമ്മുടെ ആശന്ത്. നല്ല പരിചയമുണ്ടല്ലേ? സ്റ്റൈല് കണ്ട ഓടോ, അത് ശരിയാ. അവിടെ കുറച്ചുകൂടെ ആവുന്നുണ്ട്, പോയിട്ടോ. നാരങ്ങ ഉണ്ടോ നിന്റെ വീട്ടിലല്ലാതെ? എങ്കിൽ അതിൽ കുറച്ച് എടുത്തിട്ട് ചെയ്യാം. എടാ ഇത് പഴുത്തതൊന്നുമില്ലടാ. വൃത്തിയായില്ലല്ലേ ഇത്? അത് മറ്റേ അതിന്റെ വൃത്തിയാക്കടാ നേരെ. തടിയില പൊടി തടിയില. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് വൃത്തിയോടുകൂടി ചെയ്യണം. ഞാൻ വീഡിയോ എടുക്കും. നിങ്ങൾക്ക് ചിക്കൻ പൊരിക്കാൻ അറിയാം. ആശുന്താണ് ഇന്നത്തെ ഫുൾ കുക്കർ. ചെഫ് ഇവനാണ്, ക്ലീനർ ഇവനാണ്, ഞാൻ വീഡിയോഗ്രാഫർ. അപ്പോൾ നമ്മൾ ചിക്കനും കാര്യങ്ങളും സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ബാക്കിൽ കഴുകി സെറ്റ് ആക്കണം. നമ്മൾ മസാല നോക്കിക്കോ, നിങ്ങൾ അതുപോലെ ചെയ്ത് നോക്ക്. കരിഞ്ഞു പോയില്ലേ നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും ആശുന്താണ് ഫുൾ പ്രിപ്പറേഷൻ. ഇന്നലെ എന്താ വീട്ടിൽ ചെയ്തെന്ന് പറയാൻ ഇവിടെ ചെയ്യണത്. അപ്പോൾ എന്തായാലും ഇവിടെ ചെയ്യാൻ അറിയോ ആശുന്തേ? അപ്പോൾ എന്തായാലും അവൻ അറിയായിരിക്കും. നമുക്ക് നോക്കാം അവൻ്റെ പ്രിപ്പറേഷൻ, അവൻ്റെ മസാല എങ്ങനെയാണ്. ഓക്കെ, എന്ത് ചെയ്യണേ? തുണി കഴുകാൻ. അപ്പം ചിക്കൻ താഴെ പോകണം. ചെറിയ കോഴി വാങ്ങാൻ പറഞ്ഞപ്പോൾ 3 കിലോ വരെ കോഴി വാങ്ങിട്ടുണ്ട്. 3 കിലോ? ഓ, എത്രയാടാ കോഴി കിലോ? 1,950. ബാപ്പോ നമുക്കെല്ലാം പുറത്ത് വെച്ച് കുക്ക് ചെയ്യും. പക്ഷെ അതിൻ്റെ എന്തെന്നറിയോ? ഉപ്പ് എടുത്തിട്ട് ഉപ്പ് എടാ നീ ഇടണ്ട. നീ വാങ്ങിച്ചിട്. വേറെ എന്തെങ്കിലും വേണോ? കുരുമുളക് വേണോ? നാരങ്ങ. എടാ കുറച്ച് രസം. നല്ല രസം. ഇപ്പൊ എന്തോ ഇട്ടെ? മഞ്ഞപ്പൊടി, ടർമറിക് പൗഡർ. നമുക്ക് അവിടെ എന്താ നോക്കിട്ട് വരാം.
ഞാൻ വന്നു. നാരങ്ങ വെയിറ്റ് നാരങ്ങ വെയിറ്റ് ഇതുണ്ട്. നാരങ്ങ ഇടണ്ടേ? ഇപ്പൊ വേണ്ട പറയാം. നീ അങ്ങോട്ട് ഇടറ. ഉപ്പെന്തിന്? ഉപ്പ് കൂടി ആശിത ആശന്തിന്റെ പ്രിപ്പറേഷനാണ്. ഫുൾ ആശന്തിന്റെ ആണ്. അതുകൊണ്ട് എന്ത് വന്നാലും ആശന്തിനെ നിങ്ങൾ ചീത്ത വിളിച്ചോണം. ആശന്തി മാത്രമാണ് കേട്ടോ. നിങ്ങൾ കണ്ടുപഠിച്ചോ. നമ്മൾ പറയണില്ല, പറയാൻ പറ്റില്ല. രാവിലെ ഉറക്കത്തിലിരിക്കണോണ്ടാണെന്നോ ഒന്നും സംസാരം കൂടെ വരണില്ല. ഈ നാരങ്ങ പിഴിട്ടാ കുറേ നേരം കൊണ്ട് കൈ വെച്ചിരിക്കും. തൈര് എടുത്തിട്ട് ആ ഫ്രിഡ്ജിൽ കുരുമുളക് ഫോളോ പ്രിപ്പറേഷൻ കാര്യങ്ങളുള്ള സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഇതാക്കാണ് മസാല. എന്തൊക്കെ ഇട്ടായില്ലേ? പറ, എന്തൊക്കെ ഇട്ട്? ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, ഓക്കെ, കൊറിയാണ്ടർ പൗഡർ, കൊറിയാണ്ടർ പൗഡർ, പെപ്പർ പൗഡർ. ഓക്കെ, പെപ്പർ പൗഡർ നീ ഇട്ടോ? കേട് കേടാ? ഏത് കേട്? ഏത് കേടായിരുന്നു? വേറെ നീ ഒന്നും ഇട്ടില്ലേ? സാൾട്ട് എന്ത് അങ്ങനെ വെള്ളം കുടിക്കണോ? ഇറങ്ങി വാ, ഇത് പിടിച്ചോ. കൈ കഴുകിയാ കഴിയില്ല. കളറൊക്കെ വന്നില്ലേ? നീ ഷെഫാ പഠിച്ചത്? ഏത് പഠിച്ചത്? ഇംഗ്ലീഷ് ഷെഫ്. ജയിച്ചോ? നീ എന്താ പഠിച്ചത്? ലിറ്ററാ? പിന്നെ അരമണിക്കൂർ നാരങ്ങ പിഴിഞ്ഞില്ല. മിക്സ് ചെയ്യണം. എന്ത് നോക്ക്, ഞാൻ കൈ കഴിയില്ല. കുഴപ്പമില്ല, നീ പിഴി അങ്ങോട്ട്. ഞാൻ പിഴിയണോ? ഞാൻ തന്നെ എല്ലാത്തിനും വേണമെന്ന് പറഞ്ഞു. വൃത്തിയൊക്കെ വേണ്ടടാ. എന്നെക്കൊണ്ട് പിഴിയാൻ പഠിക്കണം. അത് തേച്ചെടുത്താൽ മതി. അത് നാരങ്ങ പിന്നെ പവർ വേണ്ടേ? അയ്യോ, നാരങ്ങ അതിന് മതി. നാരങ്ങ പച്ചയാണ് പിഴിഞ്ഞിട്ട്. അതിന് ചാറില്ല. നാരങ്ങ പോയി. 2 നാരങ്ങ പോയി. ഒരെണ്ണം നോക്കി തരാം. എന്തോന്ന് മനസ്സിലായോ? കോഴി കിട്ടിയിട്ട് പിന്നാനുള്ള വേറാണ് അല്ലേ? പക്ഷേ അപ്പോൾ നമ്മൾ ചിക്കനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി കല്ല് സെറ്റ് ചെയ്യണം. അതാണ് കുറേ ടാസ്ക് ഉള്ള പരിപാടി. അപ്പോൾ കല്ലും കാര്യങ്ങളൊക്കെ ആദ്യം സെറ്റ് ആക്കിയിട്ട് കല്ല് സെറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇവർ കല്ല് സെറ്റ് ചെയ്തോളൂ. ഞാൻ കൺട്രാക്ട് വിട്ട് വീട് എടുക്കാം. ഇവിടെ പോയി കല്ലൊക്കെ എടുത്തിട്ടോ? കല്ലും കാര്യങ്ങളൊക്കെ റെഡിയായി. അപ്പോൾ കല്ല് സെറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതെന്തോടാ? അത് വെളിച്ചെണ്ണ. ആദ്യത്തെ കുറച്ച് ആദ്യം തുടക്കം തന്നെ കാറ്റ്. പക്ഷേ സിഗരറ്റ് വലിക്കണല്ലേ? ഇന്ന് കത്തിക്കറിയല്ലോ. ഇവൻ കാണുമ്പോലല്ല ഗൈസ്. കത്തിട്ടുണ്ട്. കത്തട്ടെ. വാവ്, ഓഹോ വരും. ഇതിൻ്റെ ഇങ്ങനെ വയ്ക്കാം. ആണോ? എന്താ ഡെക്കറേഷൻ ചെയ്യുന്നത്? കുറച്ചിട്ടുണ്ട്. ഈ കനൽ ചെറുതായിട്ട് പിടിച്ച് പറഞ്ഞുണ്ട്. പക്ഷെ മഴ തൂറ്റുന്നുണ്ട് കേട്ടോ. മഴ തൂറ്റുന്നുണ്ട്. അതെ, പണി പാളി. അപ്പോൾ കനലവിടെ നിന്ന് പതിയെ സെറ്റായി വരട്ടെ. അപ്പം ഇനി മഴ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അടുപ്പ് ഇവിടെ ഉണ്ട്. ഇവിടെ ഇതിൻ്റെ അകത്തുകൊണ്ട് വെച്ചാൽ നമുക്ക് മതിയായിരുന്നു. നമുക്ക് എന്തായാലും അവിടെ അല്ലെങ്കിൽ അങ്ങോട്ടുകൊണ്ട് വയ്ക്കാം. അപ്പോൾ എന്തായാലും ഇവിടെ കനലാദ്യം സെറ്റാവും നോക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് മാറ്റാം. വൺ ഫ്ലോപ്പായി. മഴ കൂടെ വന്നാൽ പൊട്ടിക്കണം. പെട്ടെന്ന് മഴ കനൽ പിടിച്ചത് മഴയും വന്നു. അപ്പോൾ എന്തായാലും അവിടെ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ രക്ഷയില്ല കേട്ടോ, മഴ വേണം. അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാമെങ്കിൽ കഴിഞ്ഞാൽ അപ്പോൾ മഴ വരുമല്ലോ, കുഴപ്പമില്ല. നമുക്ക് എന്തായാലും അടുത്ത വഴി. ഈ കനൽ വരാൻ പോണ സാധനം കണ്ടു. കനൽ കത്തി സെറ്റായിക്കൊണ്ടിരിക്കുന്നു.
നമുക്ക് എന്തായാലും ചിരട്ടയൊക്കെ കൊണ്ട് ഇവിടെ എന്തായാലും നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ട് തന്നെ കൊണ്ടുപോകും. അവിടെയും കനലുണ്ട് ഉള്ളോ. അപ്പോൾ അതൊക്കെ പറക്കി നമ്മൾ ഇതാ എണ്ണയുള്ള ചിരട്ടയൊക്കെ കൊണ്ട് പോകണം. ഇത് പതിയോടെ വെച്ചോ എല്ലാവർക്കും. ദീപം 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 കമ്പത്തിയിട്ട്. ഓക്കെ, അപ്പം എന്തായാലും അവിടെ കത്തിക്കട്ടെ. അപ്പം മഴ അടിപൊളിയാക്കിയിട്ടുണ്ട്. അയ്യോ ചിരട്ട സുഭാഷ്. അപ്പോൾ കല്ലും ചിരട്ടയൊക്കെ പറക്കിട്ടെ. അല്ലെങ്കിൽ ഇന്ന് വീഡിയോ എടുക്കണമെങ്കിൽ ഇതുപോലത്തെ പറയുന്ന വരും. ഓക്കെ, നല്ല മഴ, സൂപ്പർ. അപ്പോൾ എന്തായാലും വേറെ ഒന്നുമില്ലല്ലോ അവിടെ. ഓക്കെ, സെറ്റാക്കാം. ഇവിടെ തന്നെ നമുക്ക് സെറ്റാക്കാം. പഠിക്കോ കൊച്ചിയിലൊരു പാടാ ബാക്കി പാട്. കൊച്ചിയിലൊരു ബാക്കി പാട്. കൊച്ചിയിലൊരു ത്രോട്ട് ഇൻഫെക്ഷൻ. അശ്വത്ത് വലിക്കോ? എന്നെ അങ്ങോട്ട് വലിക്കോ? അല്ല വലിച്ചിടക്കുക. കത്തിപ്പോയത്. മഴ, കോഴി, മതി. കഷ്ടപ്പെടണില്ല ഞാൻ. ഇവിടെ രാവിലെ ഓരോരുത്തന്മാർ ചിക്കൻ പൊരിക്കണമെന്ന് പറഞ്ഞു ഉറക്കത്തിന്ന് വിളിച്ചു. എന്നിട്ട് വീഡിയോ എടുക്കാൻ കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കണം നമുക്കാണ്. ഇല്ലടാ 6 മണിക്കാ വിളിച്ച്. അത് ഇന്നലെ ഇത്തിരി പഠിത്തോണ്ടിരുന്നു. രാത്രി പഠിക്കണ്ടേ? LLB ആണ്. ചെരുപ്പല്ലേ റബ്ബർ ചെരുപ്പിടാന് കൂടാൻ സാധനം ഞാനെടുത്ത് കയറ്റി ഉണ്ടി കയറ്റി. നമ്മൾ തീയും കാര്യങ്ങൾ ആളി കത്തുന്നുണ്ട്. കനലാവുന്നുണ്ട്. തുറപ്പെടുത്തല്ലേ തുറപ്പാ തീന്നവരുണ്ട്. ലൈക്ക് അടിക്കുക. കരിഞ്ഞു പോയോടെ നിങ്ങൾ ലൈക്ക് അടിച്ചാലേ നമുക്ക് കത്തിക്കാൻ തോന്നും. ഇത് പൊട്ടിത്തെറിച്ചാൽ ഇന്ന് ഇവിടെ നല്ല 3 എണ്ണം കരിയും. ഇതിന് വല്ല അമിട്ടും കിടക്കണം. ഇതിൻ്റെ എന്നിട്ട് ബോംബ് ഇട്ടാലേ. ഇപ്പോൾ ഇത് സെറ്റായിട്ടാണ് നമുക്ക് ഇനി ഗ്രില്ലടിക്കാൻ. നമ്മൾ പണ്ട് ഇവിടെ വെച്ച് ചിക്കൻ പൊരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ അത് പറക്കി വിടണം. അപ്പോൾ കുറച്ച് പരിപാടിയുണ്ട്. പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റാക്കാം. അതൊക്കൊന്നല്ലോ ഒരു രക്ഷയില്ലാത്ത മഴ. അതിൻ്റെ ഇടയിൽ ആ കനലൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കനൽ ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കനലൊക്കെ അകത്തായിട്ടുണ്ട്. പുറത്തുകൂടെ കുറച്ചുകൂടെ ഉള്ളൂ. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ ദിവസം സെറ്റ് ആക്കാം. അപ്പോൾ പയ്യന്മാരൊക്കെ അവിടെ സെറ്റ് ആക്കിയിട്ട് ഇപ്പോൾ 12 മണിയായി. നല്ല മഴ ഉണ്ടോ? എന്തായാലും പുറത്തൊരു ചെയ്തിരുന്നെങ്കിൽ കുളമായിരുന്നു അവിടെ. അപ്പോൾ എന്തായാലും ഇവിടെ ഇനി കനൽ സെറ്റ് ആവട്ടെ. പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്രില്ലടിച്ച് കഴിക്കണം. 12 മണിയായി. അപ്പോൾ എന്തായാലും 1 മണിക്കകത്തെല്ലാം സെറ്റ് ചെയ്യണം. ഡേ പ്രോസൊക്കെ വിളിച്ചാ? എവിടെ എത്തി? ഭാസ്കറിനാടാ കഴിഞ്ഞ സംഭവം ഗ്രില്ലൊക്കെ എടുത്തുകൊണ്ട് ഈ സൈഡിൽ കൂടെ പോകാം. ഇവിടുത്തെ ഡോർ തുറന്നിട്ട് ഇവിടെ നിന്ന് ചിക്കൻ എടുത്ത് വയ്ക്കാം. എന്തായാലും ഇവിടെ ആയിരിക്കും. നിങ്ങൾ പഴയ വീഡിയോ കണ്ടവർക്കറിയായിരിക്കും ഈ വീടും ഈ സ്ഥലമൊക്കെ. അപ്പോൾ നമുക്ക് കൊടുക്കാം. ഇതിൻ്റെ താഴെയാണ് നമ്മൾ ഗ്രില്ല് ചെയ്യണം.
അപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കല്ല് ഇപ്പോൾ സെറ്റ് ആവാറായി. ഗ്രില്ല് സെറ്റ് ചെയ്യാം. പക്ഷേ നമുക്ക് ചിക്കൻ വയ്ക്കാൻ സമയമായി. പോവാം, കല്ലെല്ലാം സെറ്റായി. കുറച്ച് തീയൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ചിക്കൻ വയ്ക്കാൻ സമയമില്ല. 12:45 അപ്പോൾ എന്തായാലും ഇതാ സാധനം സെറ്റാക്കി വയ്ക്കാൻ പോകണം. അതിൽ വെച്ചിട്ടാണ് നമ്മൾ വയ്ക്കുന്നത്. എല്ലാം കൂടെ കുത്തിനരിക്കയിൽ വെച്ച് ഒറ്റ രീതിയിൽ തന്നെ വയ്ക്കാം. സമയം കളയാൻ വയ്യ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റായി കാണുമെന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ പെട്ടെന്ന് വയ്ക്കാം. അപ്പം ഓക്കെ, ഇങ്ങനെ പിടിക്കാം. എന്തിനു പിടിക്കും? പക്ഷേ നമുക്ക് ഓരോന്നായിട്ട് അടുക്കി വയ്ക്കില്ല. ചിക്കൻ വരുന്നെല്ലാം കൂടെ തറയിൽ കിടക്കും. ഒരെണ്ണം വയ്ക്കാൻ സ്ഥലമില്ല. അതിനെ കുറച്ചും കൊണ്ട് കയറ്റിക്കണേ. ഇതിന് എല്ലാം ഒരുക്കി വെക്കണോ? രണ്ടാമത് എടുക്കാം. അല്ലേ? ഓ, നടുക്കോട്ട് വെച്ചിട്ട് സൈഡിൽ ഇരിക്കുന്നതിനൊക്കെ അങ്ങോട്ട് നടുക്ക് കയറ്റി, ഇതിനങ്ങോട്ട് കയറ്റി. അതെ, ഈ സമയം നമ്മൾ എങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. തറ വിടാതെ വെച്ചാൽ മതിയായിരുന്നു. ലോക്ക് ചെയ്തു. ഒരു സാധനം നമുക്ക് അധികം വെച്ച് കൊടുക്കാം. തീ നിങ്ങൾക്ക് തീ ഒന്നാണ് ഏട്ടാ. സൈഡ് ഇത് ഈ സൈഡ് സൈഡ് മറ്റേ ഉണ്ടായിരിക്കുന്നിടത്ത് ആവില്ല, തീ വരില്ല. ഈ സംഭവം ഫ്ലോപ്പായി. കാരണം ഇതിൻ്റെ അകത്തൊന്നും വെക്കാൻ പറ്റില്ല, ചൂടടിക്കില്ല. അതുകൊണ്ട് നമ്മൾ പുറത്തെടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും അരമണിക്കൂറിൽ സെറ്റ് ആവുമെന്ന് വിചാരിച്ചാൽ മതി. എന്തായാലും എല്ലാവരും തളർന്ന് മഴയൊക്കെ തീർന്ന് സെറ്റായിട്ടുണ്ട്. അതെല്ലാം താമത്ത് സെറ്റായി. ഇപ്പോൾ എന്തായാലും ഇപ്പം നല്ലപോലെ വേവുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ല പുകയും കാര്യങ്ങളൊക്കെ നല്ല ചൂടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് തിരിച്ചു വയ്ക്കല്ലേ. പിന്നെ നെയ്യും കാര്യങ്ങളൊക്കെ പുറത്ത് വരുന്നുണ്ട്. യെസ്, ഇതാ കുറച്ച് കരിഞ്ഞിട്ടുണ്ട്. കരിഞ്ഞല്ല, അത് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ സെറ്റാക്കിയിട്ട് പോകാം. എന്താ കൈയൊന്ന് വിറച്ചേ. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്യാം. ചിക്കൻ അങ്ങനെ കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. വാവ്, പോഞ്ഞ് ഇനി സ്മോക്ക് ഫ്ലേവർ കയറുണ്ട്. കുഴപ്പമില്ല. ചാർക്കോളം. ചാർക്കോൾ നമുക്ക് എന്തായാലും കരിച്ചെടുക്കാം. പക്ഷെ നമ്മളെ സംഭവം നല്ല വെന്ത് വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ തൊലിയല്ലല്ല, അതിൻ്റെ സംഭവങ്ങളൊക്കെ വെന്ത് വരുന്നുണ്ട്. നല്ല ചൂടുണ്ട്. ഉണ്ടോ? വേർക്കുന്നുണ്ടല്ലേ? നല്ല ചൂടുണ്ട്. അപ്പോൾ ബാക്കി കുറച്ച് പീസൊക്കെ ഉണ്ട്. അതിനെ ഒന്ന് സെറ്റാമെന്ന് പറഞ്ഞോ. അപ്പോൾ എന്തായാലും പെട്ടെന്ന് റെഡിയായ പെട്ടെന്ന് തിന്നാം. തിരിച്ച് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഇതൊക്കെ മാറിയിട്ടുണ്ട്. കുറച്ച് നെയ്യും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എണ്ണ തേച്ച് കൊടുക്കാം. ഈ സൈഡൊക്കെ വെന്ത് വന്നിട്ടുണ്ടോ? ഇവിടെയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ഉപ്പൊക്കെ ഉണ്ട്. നോക്കാം. പക്ഷേ ഏകദേശം അരമണിക്കൂറായി. ഏകദേശം സെറ്റായി വരണുണ്ടോ? കരിഞ്ഞൊക്കെ വരണുണ്ട്. അപ്പോൾ വേഗം തിന്നാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. വാവോ, കൊള്ളാം. അവിടെ ഒരു റീലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വിശന്നിട്ട് നല്ലപോലെ കുടലേ കരിയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് സെറ്റാകട്ടെ. സ്മോക്കഡ് ചിക്കൻ. പക്ഷേ അങ്ങനെ ഇവിടെ സംഭവം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ സംഭവം മറ്റതെടുത്ത് പൊരിക്കാൻ വേണ്ടി കൊണ്ടിട്ട് ആശാൻ ബ്രെഡൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇത് പെട്ടെന്ന് സെറ്റാക്കാം. ഈ സാധനം അങ്ങനെ റെഡിയായി. ഒരു 90% റെഡിയായി. 90% റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈ അകത്തിരുന്ന് ആവുന്നുണ്ട്. നമ്മളെ ഗ്രില്ല് ഇത് എവിടെ നിന്ന് ആവുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ കഴിക്കാം. ബ്രെഡൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഉടനെ കഴിക്കാം. ഇപ്പോൾ ഗ്രില്ലൊക്കെ ഏകദേശം സെറ്റ് ചെയ്താൽ ചിക്കൻ ഫ്രൈ ഇതാ ഇവിടെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ എന്തായാലും വിശന്നൊക്കെ ഒരു ലെവലായിട്ടുണ്ട്. 2 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിശന്ന് ലെവലായി. പെട്ടെന്നെല്ലാം സെറ്റായി കഴിഞ്ഞാൽ തിന്നായിരുന്നു. ബ്രെഡൊക്കെ വാങ്ങിച്ച് സെറ്റാക്കി. അപ്പോൾ എന്തായാലും വേഗം എന്തെങ്കിലുമൊക്കെ പരിപാടി ഒപ്പിച്ചിട്ട് കഴിക്കാം. പക്ഷേ സാധനമൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. തറയെല്ലാം കാലെല്ലാം പൊള്ളി പഞ്ചറാവും. അപ്പം നമുക്കിത് എടുത്തിട്ട് ബ്രെഡൊക്കെ കൂട്ടി അടിക്കാം അല്ലേ? കുറേ നേരമല്ലോ കഴിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പൊക്കാം. എന്നിട്ട് കല്ലൊക്കെ അവിടെ ഇരിക്കട്ടെ. വേറെ ഈ സ്പൂൺ കൂടെ എടുക്കാം. ഒരു തറ വിടാതെ കൊണ്ട് ഇപ്പം ഞാൻ ചർക്കയിൽ തറ വീഴുന്ന കഴിഞ്ഞാൽ മരം നിന്ന് മേയും. നമുക്ക് സൂക്ഷിച്ചൊക്കെ കൊണ്ടുപോകാം. അപ്പോൾ സെറ്റായിട്ടുണ്ടോ സാധനം? അത് ചിക്കൻ ഫ്രൈ ഒക്കെ ആയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. വാവ്, ചിക്കൻ ഫ്രൈ സാധനം ഒരു സംഭവം ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഊരി വയ്ക്കാം. ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. ചിക്കൻ ഫ്രൈ ആവണ വരെ വെയിറ്റ് ചെയ്യണം എന്തായാലും. പക്ഷേ നമ്മൾ സംഭവം കണ്ടോ? രക്ഷയില്ലുണ്ട്. ബ്രെഡുണ്ട്, സോഫ്റ്റുള്ള ബ്രെഡൊക്കെ ഉണ്ട്. അതവിടെ കൂടെ ആയിക്കൊണ്ടിരിക്കുന്നത്. എന്താകുന്നു. ഓക്കെ, ഒന്നും അറിയാത്ത കുറേ 3 എണ്ണമാണ് ഇതിന് പോയിരിക്കുന്നത്. സെറ്റാക്കി എടുക്കാം.
ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് ചിക്കൻ. അപ്പുറത്ത് ബ്രോ ഓറഞ്ച് ടാങ്ക് കലക്കുകയാണ്. ഗ്രില്ല് റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതിനാണ് ചിക്കൻ ഷെഫ്, ചിക്കൻ ഫ്രൈഡ് ഷെഫ്. 2 മണിയെങ്കിലും ഹോട്ടലിൽ ഇത് തുറന്ന് വേണ്ടേ പുറത്തേക്ക് ഫ്രൈ റെഡിയായെന്ന് പ്രതീക്ഷിക്കുന്നു. വെന്ത് കാണുന്ന ഇതേ നമുക്ക് എണ്ണ ഇല്ലാതെ കോരി ഇന്നത്തേക്ക് കട്ട് ചെയ്യാം. നമ്മളെല്ലാ സാധനവും സെറ്റ് ആയിട്ടുണ്ടോ? ഗ്രില്ലി, ചിക്കൻ ഫ്രൈ, ബ്രെഡ്. വാവ്, ഇത് തിന്ന് മരിക്കും. കുറേ ദിവസത്തിന് ശേഷം വീണ്ടും കഴിക്കാം. അപ്പം ജ്യൂസൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഇത് കഴിക്കാം. നമ്മൾ പണ്ട് വെച്ച സ്ഥലത്ത് തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. എല്ലാം റെഡിയായി. വാവ്, ഇത് തിന്ന് മരിക്കണം. പക്ഷേ ഇങ്ങനെ തിന്ന് തുടങ്ങാൻ പോകണം. ഇനി സംസാരമൊന്നുമില്ല, തീറ്റി പെട്ടെന്ന് തന്നെ തിന്ന് നിൽക്കുക. എത്രമാത്രം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇനി വിശന്നിട്ട് കുടലരിഞ്ഞിരിക്കണം. പെട്ടെന്ന് തന്നെ തിന്നാം. അപ്പം ഒരു രക്ഷയില്ല. ബ്രെഡും ഈ സാധനവും താര എന്തൊക്കെ കമ്മറ്റി ഇടക്കണം. അവിടെ നമുക്ക് പതിയെ സംസാരിക്കുക, കഴിക്കാൻ പറ്റും. കഴിച്ച് ഭയങ്കര പറയണതല്ല, നമ്മൾ സെറ്റ് ചെയ്യപ്പെടുന്ന തന്നെ കഴിക്കണം. അത് കഴിക്കാം. അങ്ങനെ നമ്മൾ കഴിച്ചോണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് അച്ഛന്? എനിക്ക് എങ്ങനെയുണ്ട്? ഫൈനൽ സ്റ്റേജായി. ഫ്രൈയും ഗ്രില്ലും എല്ലാം ഫൈനൽ സ്റ്റേജിലായിട്ടായി. ഓക്കെ പൈസ് തിന്ന് ചത്തു. കൊള്ളായിരുന്നു, ഒരു രക്ഷയില്ല. കുറച്ചൊക്കെ വെന്തില്ല, കുറച്ചല്ല, ഒരു പീസ് വെന്തില്ല. പക്ഷെ നമ്മൾ ഇത്രയും ഫിനിഷ് ചെയ്തു. ഒരു പീസ് അതിപ്പോൾ ഞാൻ തന്നെ വെട്ടിക്കയറ്റും. രക്ഷയില്ല. അപ്പോൾ ആവശ്യത്തിന് മസാല കുഴപ്പമില്ല, പക്ഷെ കനലാണ് കുറച്ച് തെറ്റ്. അതാണ് അത് വേണ്ടത്. നമുക്ക് എന്തായാലും പോയി കയ്യെ കഴിയിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. കഴിഞ്ഞു, എല്ലാം മേത്തുനിന്ന് തീർത്തു. എല്ലാം തളർന്ന് സെറ്റായി. അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിച്ച സമയം കഴിച്ച് തളർന്ന് വയറൊക്കെ ഫുള്ളായി. ഇത്ര നേരം കഷ്ടപ്പെട്ടതിന് എന്താ കഴിച്ചപ്പോൾ സമാധാനം. ഒരുപാട് കഴിച്ചു. അപ്പോൾ അമ്മമാരെല്ലാം അകത്തിരുന്ന് ഉറക്കമുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ അവസാനിപ്പിക്കാൻ നമ്മൾ കണ്ടവരും കാണാത്തവർക്കും എല്ലാം അയച്ചവർക്കും എല്ലാവർക്കും താങ്ക്സ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. പുതിയൊരു വീഡിയോ വരുന്ന എല്ലാവർക്കും ബൈ ബൈ. ഒരെണ്ണത്തിന് താഴെ ഇട്ട